ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലൂടെ പോകുമ്പോഴാ ഒരു പെണ്ണിങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്രി ബിൻ ഹജ്ജാജി. യാ ഉമർ തങ്ങൾ നിന്നോയി, പടച്ചോനെ എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്? ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ. കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയാൽ തരക്കേടില്ലല്ലോ. ആരെ പാടുന്നത്? ഒരു പെണ്ണെ പറയുന്ന പാടുക, ഇന്നങ്ങനെ പാടുകയെന്ന്. അം മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അം മിൻ സബീലിൻ ഇലാ നസ്രി ബിൻ ഹജ്ജാജി. കള്ള് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു, ഒരു പെണ്ണിങ്ങനെ പാടുന്നു. അല്ലെങ്കിൽ നസ്ർ ബിൻ ഹജ്ജാജിനെ കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു. നസ്ർ ബിൻ ഹജ്ജാജ്. ഉമർ തങ്ങൾ യാ അല്ലാഹ്, എന്താണ് ഈ പെണ്ണി പാടുന്നത്? നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന്, മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം: അല്ല സഹോദരന്മാരെ, ആരാണ് നസ്ർ ഇബ്നു ഹജ്ജാജ്? അത് ഇന്നാല് ചെറുപ്പക്കാരൻ, നല്ല കാണാൻ ഭംഗിയുള്ള, ഓനെ കൊണ്ടുവരുന്ന പറഞ്ഞു. നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മുട്ടയടിച്ചു എന്ന് പറഞ്ഞു. മുടിയൊക്കെ ഭയങ്കര സ്റ്റൈൽ മുടിയാണ്, മുടി മുട്ടയടിക്കുന്നു പറഞ്ഞു. മുട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും പിന്നി. ഉമർ തങ്ങൾ പറഞ്ഞു, അമ്മിമു, ഒരു തലക്കെട്ട് വെച്ചു കൊടുക്കി. പക്ഷെ അദ്ദേഹം തലക്കെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്കിട്ട് കൂടി, വല്ലാത്ത ഭംഗി. ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാര മോനെ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്രയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്രയിലേക്ക്. നീ ബസ്രയിലേക്ക് വയ്ക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുഅ്മിനീൻ പറഞ്ഞേക്കുന്നത്? എന്തിപ്പോ ഞാൻ ചെയ്തത്? ഒന്നുമില്ല. ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ തഹ്തിഫുൽ അവാതികു ഫീ ഖുദൂരിഹിന്ന. അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്. അഷ്റഫുൽ ഖൽഖ് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്ന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. എന്താ വിഷയം? മദീനത്ത് വേണ്ട, എവിടെയായിക്കോട്ടെ, മദീനത്ത് വേണ്ട. നീ പോയിക്കോ, ബസ്രയിലേക്ക് പോണം. ആട് കിടത്തി ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അദ്ദേഹം ചോദിച്ചു, ഉമർ തങ്ങളെ ഞാൻ പോണില്ല, നീ പോയേ പറ്റൂ. എന്തേ? ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽഖ് കിടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമ് തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം 4 കഴിഞ്ഞു. ഉമർ തങ്ങൾ നേരെ ചെന്നു. പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ, അവിടുത്തെ മകളായ ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ്, ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ, ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു, 4 മാസം. 4 മാസം. ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്. അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ 4 മാസത്തിലധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും 4 മാസത്തിലധികം വൈകിക്കൂടാ. ഇല്ലാതി ഇതിനിഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം. ഗൾഫിക്ക് പോയിരിക്കാൻ 1 കൊല്ലം നിന്നോ, നിന്നെ പെണ്ണിനോട് ചോദിക്കണം, അല്ല പെണ്ണെ, ഞാൻ ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് ലീവിട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്കല്ലേ ആ പിരാന്ത്, അങ്ങനത്തെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ല, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല കേട്ടോ. 4 മാസം ലീവ് ഉണ്ടോ ഇല്ല, ഇല്ലെങ്കിൽ ജോലി ഒഴിവാക്കി പോരെ, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിൽ ഹലാല് കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളുടെ നിയമം. ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ? അതില്ലാത്തോണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്.
അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്ന വരും. ഫിത്ന വന്നാൽ അള്ളാഹുവിന്റെ അദാബ്